കളിക്കാൻ പോവാണ്. അത് ഞാനും അച്ഛനും ഓടിയിട്ടാണ് പോയത്. ഞാൻ ദൂരെ ഓടിയിട്ട് പോയിന്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബാക്കിലായിരുന്നു. ഇതെൻ്റെ മാമിൻ്റെ വീടായിരുന്നു. ഇതെൻ്റെ മാമിൻ്റെ ഫേവറേറ്റ് മാമിൻ്റെ വീടായിരുന്നു, ഹേമലത മാമിൻ്റെ വീട്. ഞാനില്ലേ ഇവിടെ ഓടി ദൂരെ പോവായിരുന്നു. ഞാൻ ഇവിടെ പൂച്ചേനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഓടുമായിരുന്നു. എന്തൊക്കെയോ കളിച്ചുമായിരുന്നു. ഞാൻ സന്തോഷത്തോടെ ഈ വണ്ടിയൊക്കെയോ വരുന്ന സൈഡിൽ ഞാൻ വേഗം ഓടിയിട്ട് വണ്ടീനെ വിളിച്ചിരുന്നു. നമ്മൾ അതിൽ കയറി. ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു വഴിയിൽ. ഞാൻ പറഞ്ഞില്ലല്ലോ ഫ്രണ്ട്സിനോട് ഞാൻ എവിടെ പോകുന്നതെന്ന് അറിയോ? ഡിമാർട്ടിൽ ചോക്ലേറ്റും എന്തൊക്കെയോ സാധനങ്ങളും മേടിക്കാൻ പോവാണ്. നമ്മളെ വീട്ടിലെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമൊന്നുമില്ല. നമ്മൾ ഓട്ടോ ഇറങ്ങി ഡിമാർട്ടിൽ പോവാണ്. ഇവിടെ എന്തൊക്കെയോ ഡിമാർട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു പുതിയ ഡ്രസ്സും പിന്നെ പുതിയ മുടികെട്ടലും എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ വേഗം ദൂരെ ഓടിപ്പോവാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഓടി ഡിമാർട്ടിൽ എത്തി. അവിടെ എനിക്ക് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അങ്ങനെ ഞാനും മമ്മി ഇതിൻ്റെ ഉള്ളിൽ കയറുവാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സെക്യൂരിറ്റി എനിക്ക് ലോലിപോപ്പ് തരുമോ എന്തൊക്കെയോ ചെക്കിങ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഡിമാർട്ടിൽ ഞാൻ ഇവിടെ ഇരുന്നു. എന്തൊക്കെയോ എനിക്കത് വേണം ഇത് വേണം എന്ന് ആവശ്യപ്പെട്ടു. അച്ഛനും മമ്മിയും എന്തൊക്കെയോ മേടിച്ചതും എനിക്ക്. പിന്നെ ഇവിടെ ചായപ്പൊടി ഒക്കെ ഉണ്ട്. അപ്പോൾ യാത്രയാവുന്ന വരെയാണ് നമ്മൾ ഡിമാർട്ടിൽ പോയത്. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എനിക്കത് വേണം ഇത് വേണം എന്നിട്ട് എന്തൊക്കെയോ ചെയ്തായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു ജാമുള്ള ബിസ്ക്കറ്റ് തരണമെന്ന്. എന്നിട്ട് ഞാനല്ലേ കൊണ്ടുവന്ന് നിന്നപ്പോൾ എനിക്ക് അച്ഛൻ ജാമുള്ള ബിസ്ക്കറ്റ് തന്നു. അങ്ങനെ എന്തൊക്കെയോ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ട്രോളി തന്നെ എനിക്ക് അടിക്കണം എന്തൊക്കെയോ കളിച്ചിന്. എനിക്കിന്നും എന്തൊക്കെയോ കളിച്ചിന്. അത് കോമഡി ആയിരുന്നു. എന്താ വെച്ചാൽ അമ്മ അവിടെ അരിയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ ട്രോളി തന്നെ ഇരുന്നു. എന്നിട്ടില്ലേ അമ്മയും കൂടി വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അമ്മേനോട് ഞാൻ പറഞ്ഞു എന്തൊക്കെയോ മേടിക്കണമെന്ന് നല്ല വാശി പിടിച്ചു ഞാൻ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് നോക്കാൻ അവിടെ എത്തി. ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഡിമാർട്ടിൽ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ചെറിയ പൈസക്ക് ഷോർട്സ് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ അതൊക്കെ നോക്കി അമ്മേൻ്റെ ഡ്രസ്സ്. അപ്പം അമ്മ എൻ്റെ ഡ്രസ്സും എന്തൊക്കെയോ നോക്കി. കുറേ ടോയ്സും ബോളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വാശി പിടിച്ചു. എന്തൊക്കെയോ നമ്മൾ മേടിച്ചില്ല. എനിക്ക് വേണം എന്ന് മേടിച്ചിട്ടാ. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വാശി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട ഇതൊക്കെ അമ്മ അച്ഛന് പറയായിരുന്നു. ടോയ്സൊക്കെ മേടിച്ചാലല്ലേ ബോട്ടലൊക്കെ കിട്ടും. എനിക്ക് അച്ഛനും അമ്മയും ടോയ്സൊന്നും മേടിച്ചിട്ടില്ല ഫ്രണ്ട്സ്. അതൊക്കെ എൻ്റെ കൂടെ ഇഷ്ടമുള്ള ടോയ്സ് ഉണ്ടല്ലോ. അതിന് വേണ്ടി ഞാൻ ആരൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചു. ഞാൻ അവിടെ എന്തൊക്കെയോ എടുത്ത് നോക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചതായിരുന്നു ഡിമാൻഡിൽ. അച്ഛനെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ നോക്കുമ്പോൾ അമ്മ അച്ഛനെ പഠിപ്പിച്ചു. അച്ഛൻ പഠിച്ചു പോയി. എന്നിട്ട് ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ട് തുള്ളി കളിച്ച് അച്ഛൻ പഠിച്ചു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പുറത്ത് വന്ന് എന്നിട്ട് ഞാൻ സ്കൂട്ടറിൽ ഫ്രണ്ടിൽ പോവായിരുന്നു. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കില്ലേ കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഇല്ലേ ദൂരെ ഇങ്ങനെയൊക്കെ പോയായിരുന്നു. അങ്ങനെ
ബൈക്ക് മാറി കാർ എത്തി. എന്നിട്ട് എനിക്ക് ഇവിടെ പോയിട്ട് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇവിടെ ഇങ്ങോട്ട് എവിടൊക്കെ ഇഷ്ടമുള്ള പോവാനുണ്ടായിരുന്നു. ഇവിടെ ഓടിക്കളിക്കാനും പിന്നെ അവിടെ ചെറിയ കാറൊക്കെ ഓടിക്കാനും എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് കാർ ഓടിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ 1-2 റൗണ്ട് കാർ ഓടിച്ചു. ഇപ്പം അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ലൈക്കും കമൻറ്റും ചെയ്താൽ സപ്പോർട്ടും ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്. ബൈ. ഐ ലവ് യു. കൺമണി കണ്ടോട് കാതലം നാന്റെ കണിതമേ.